ഡോക്ടറെ, ഞാൻ കഴിഞ്ഞ ദിവസമേ ഡോക്ടർ ബൈജു നമ്മളെ ജനറൽ മെഡിസിനായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയം ഉണ്ടായി. മഴക്കാലത്തിന്റെ പൊതുവെ കൂടുന്നൊരു സമയമാണല്ലോ. ശരിക്കും നമ്മളെ ഡിപ്പാർട്ട്മെന്റ് പൾമനോളജിയിൽ ഇപ്പം ഈ മഴക്കാലത്ത് ഒരുപാട് സാധ്യതകൾ ഈ അലർജി, ആസ്മ കൂടുന്ന ഒരു ടൈമാണ്. അതെ അതെ. ഈ പായലെ വിട പൂപ്പലെ വിട എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അതായത് ഇത് വിട പറയാൻ പറ്റുന്നില്ല. അലർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോഴും ഒരു ഒഴിയാബാധയാണല്ലോ ഒരു പ്രശ്നം. ഈ മഴക്കാലാകുമ്പോൾ ഒന്നും കൂടെ അത് ഈ കൂടുന്നൊരവസ്ഥ അല്ലെങ്കിൽ കൺട്രോൾ ആവാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. മഴക്കാലത്ത് പൊതുവെ ഞാൻ കണ്ടു, സാറ് ടോക്ക് ഞാൻ കണ്ടു. പൊതുവെ സാർ പറഞ്ഞ മാതിരി ഒരു മഴക്കാലം അസുഖങ്ങൾ പലതരത്തിലുള്ള കൂടുന്നൊരവസ്ഥയാണ്. അത് ഇപ്പം ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതാണെങ്കിലും അല്ലാത്തതും പലതരത്തിലുള്ള ഇപ്പം ഡെങ്കിപ്പനി, പിന്നെ നമ്മുടെ ഈ ലെപ്റ്റോസ്പൈറ എലിപ്പനി, ഇതുപോലത്തതൊക്കെ വെള്ളത്തിലൂടെയും അല്ലാതെയൊക്കെ പടരുന്ന രീതിയിലുള്ള അസുഖങ്ങൾ കൂടുന്ന സമയമാണ്. ഇതേ സമയത്ത് തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതും അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും പല രീതിയിൽ കൂടുന്നൊരു സമയം തന്നെയാണ് ഈ മഴക്കാലം. അപ്പം നമ്മൾ ശ്വാസകോശ സംബന്ധമായിട്ട് പ്രത്യേകിച്ച് പറയുമ്പോൾ അതിൽ കുറച്ച് പ്രത്യേക കാരണങ്ങളാലാണ് ഇത് പ്രത്യേകിച്ചും കൂടുന്നത്. നമ്മുടെ ഈ ഒരു ഇവിടെ കണ്ടുവരുന്ന അസുഖങ്ങൾ പ്രത്യേകിച്ചും COPD, ഈ പുകവലി കാരണം ഉണ്ടാകുന്ന ശ്വാസമുട്ടൽ, ആസ്മ അലർജിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ശ്വാസമുട്ടൽ, പിന്നെ അലർജിക് റൈനൈറ്റിസ് അലർജീൻ്റെ ഭാഗമായിട്ടുള്ള തുമ്മൽ, ജലദോഷം, ഇതെല്ലാം കൂടുന്നതിൻ്റെ ഒരു പ്രത്യേക ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ചും നല്ല രീതിയിൽ കൂടാറുണ്ട്. മഴക്കാലത്ത് ഇങ്ങനെ അലർജിക് ആയിട്ടുള്ള പേഷ്യൻസ് കൂടുതൽ കണ്ടുവരും. കൂടുതൽ അവരുടെ അസുഖം കൺട്രോൾ ആവാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് പിന്നെ കൺട്രോളായി മരുന്നൊന്നും എടുക്കാത്തവർക്ക് വീണ്ടും കൂടുന്ന അവസ്ഥ, എടുത്ത മരുന്നിന് മുന്നേ ഉപയോഗിച്ച മരുന്നുകൊണ്ട് എഫക്റ്റ് കിട്ടാത്തൊരവസ്ഥ, ഇതുപോലെ ഒരു അസുഖത്തിന്റെ താളം തെറ്റുന്ന അല്ലെങ്കിൽ ഒരു കൺട്രോൾ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും ഈ മഴക്കാലം അതിനോടനുബന്ധിച്ച് വരുന്ന ഈ ഒരു മാസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ചും കാണാറുണ്ട്. നമ്മൾ ആ ഒരു സീസണൽ ട്രെൻഡ് അതിൽ നമ്മൾ കാണുന്ന ഒരു ഇതാണ്. അതിന് മൾട്ടി ഫാക്ടോറിയലാണ്, പല കാരണങ്ങളുണ്ട്. ക്ലൈമറ്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഹ്യൂമിഡിറ്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അന്തരീക്ഷത്തിലുള്ള അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ വരുന്ന മാറ്റങ്ങളുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. പിന്നെ അവർ മരുന്നെടുക്കുന്നതിൻ്റെ രീതികളും മരുന്നിനോടുള്ള ആ ഒരു അവർ പുലർത്തുന്ന ഒരു അദറൻസ്, മരുന്ന് കറക്റ്റാക്കി എടുക്കുന്നുണ്ടോ, അതെല്ലാം മരുന്ന് അവർ പരീക്ഷിക്കുന്നുണ്ടോ. നമ്മുടെ ഒപ്പിയിൽ കണ്ടു വരുന്നതാണ് ചിലവർ മരുന്നുകൾ ഞാനൊന്ന് നിർത്തി നോക്കാം, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല റെഡിയായി നിർത്തി നോക്കുമ്പോഴായിരിക്കും പിന്നെയും ഈ ഉള്ളിലിരിക്കുന്ന അസുഖം എല്ലാം പുറത്തോട്ട് വരും. അവർ പഴയ മരുന്നുകൾ എടുത്തു നോക്കും, പക്ഷേ കൺട്രോൾ ആവില്ല. സമയങ്ങളിൽ ചിലപ്പം മുന്നേ ഉള്ളതിനെക്കാട്ടും കൂടുതലായിട്ടുണ്ടാവും. അപ്പം നമ്മളിവിടെ പ്രത്യേകിച്ച് കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ മഴ പെയ്യുമ്പം ഒന്ന് നമുക്ക് ഈ ഹ്യൂമിഡിറ്റി കൂടും, അതായത് അന്തരീക്ഷത്തിൽ ഈർപ്പം കെട്ടിക്കിടക്കുന്നത് കൂടും. ഇത് പലതരത്തിലുള്ള അലർജൻസിൻ്റെ അതിൻ്റെ ഈ അന്തരീക്ഷത്തിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം അത് ഓരോന്നെടുത്ത് പറയുകയാണെങ്കിൽ, ഒന്ന് പൂപ്പൽ. ഇപ്പം നേരത്തെ പറഞ്ഞ പായൽ, പൂപ്പൽ നമുക്കറിയാം. നനഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിൽ പൂപ്പൽ വന്നു തുടങ്ങും. മഴക്കാലമായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും വീടിൻ്റെ സൈഡിലൊക്കെ പൂപ്പലും പായലൊക്കെ വരുന്നത് ചെറിയ ചെറിയ പ്രാണികൾ, അതാണ് ശരിക്കും അലർജിക്ക്. അതോ പ്രാണികളതും ഉണ്ട്. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വീട്ടിലുണ്ടാവുന്ന പൊടിയിലെ ചെള്ളുണ്ടാവും, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, മൈക്രോസ്കോപ്പിക്കാണ്. പക്ഷെ നമുക്കറിയാം, ഇപ്പം ഈ സോഫ അടിച്ചാൽ പോലും ഒരു തരത്തിൽ പൊടി വരും. അപ്പോൾ ആ പൊടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്ന ഹൗസ് ഡസ്റ്റ് മൈറ്റ് ഉണ്ട്. ഇത് ഈ മഴക്കാലമാകുമ്പം അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുമ്പം നല്ല രീതിയിൽ അതിൻ്റെ എന്താ പറയുക നമ്പർ കൂടും. അതായത് അവർ മൾട്ടിപ്ലൈ ചെയ്യാം, ന്യൂമറസ് ആവും. അതിൻ്റെ 50% നമ്പർ കൂടും. അപ്പം ഈ ഒരു ഹൗസ് ഡസ്റ്റ് മൈറ്റ്, പിന്നെ അതിൽ നിന്നുണ്ടാവുന്ന അതിൻ്റെ ഡ്രോപ്പിങ്സ്, അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പൊടികളൊക്കെ നല്ല രീതിയിൽ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. അതാണ് ഇവിടെ നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഒരു അലർജിയിലെ ഒരു കാര്യം. അപ്പോൾ അതൊക്കെ അത് വളരെ അധികം ഈ ഈർപ്പത്തിനോട് ഭയങ്കര താല്പര്യമുള്ള ഓർമ്മ വരുന്നത്, നമ്മൾ ഈ ഡ്രസ്സ് അലക്കിയിടല്ലോ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ, ഒരു റൂമിലുണ്ട്, അതിലെന്നെ ചിലപ്പോൾ കിടക്കും, അതിലെന്നെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോഴേക്ക് ഇഷ്യൂ അതും ഏതാണ്, ആ റൂമിൽ ഈർപ്പം കെട്ടിക്കിടക്കാനും ആ വഴി ഈ ഫംഗസ് വളരാനും ആ വഴി ഈ ഹൗസ് ഡസ്റ്റ് വളരാനും വളരെയധികം സാധ്യത ഉള്ളതാണ്. ഇത് പ്രത്യേകിച്ചും കണ്ടുവരിക അടഞ്ഞു കിടക്കുന്ന റൂമുകൾ. ചിലർ ഈ പ്രത്യേകിച്ച് ഈ സർക്കുലേഷൻ കുറവായിരിക്കും. ഈ ചിക്കിയിടുന്ന റൂമിൽ മിക്കവാറും നടുത്തളത്തിലായിരിക്കും സർക്കുലേഷൻ കുറവുള്ള ഭാഗങ്ങൾ, അതല്ലെങ്കിൽ എല്ലാ റൂമും കൂടി ചേർന്ന് വരുന്നൊരു ഭാഗത്തായിരിക്കും. ഇതേപോലെ പിന്നെ കിച്ചണും ടോയ്ലറ്റും
കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളിലായിരിക്കും ഇതുവേ ഈ ഒരു ഈർപ്പം കെട്ടി കിടന്നിട്ട് ഇതേപോലെ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നുണ്ടാവും. ഇത് കൂടാതെ ഒരു മൂന്നാമത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, വൈറൽ ഇൻഫെക്ഷൻസും ഈ ഒരു സമയങ്ങളിൽ നല്ലപോലെ കൂടും. ഇതാണ് പൊതുവെ കുട്ടികളിൽ നമുക്ക് ഈ ഒരു സമയങ്ങളാകുമ്പോൾ മൂക്കൊലിപ്പ്, ജലദോഷം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ കോമൺ ആയിട്ട് വളരെ മാറാത്ത രീതിയിൽ വരും. ഇനി ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ആസ്മയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഈ ഒരു വൈറൽ ഇൻഫെക്ഷനും കൂടെ വരുമ്പം വൈറൽ ഇൻഫെക്ഷനും ആസ്മയും അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കുറച്ച് ട്രീറ്റ് ചെയ്യാൻ. അവർ ആസ്മ വൈറൽ ഇൻഫെക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം എടുക്കുന്ന ഇൻഹേലറുകളിലോ അല്ലെങ്കിൽ മരുന്നുകളിലോ ചിലപ്പം നിന്നൊന്നും വരില്ല. അപ്പം വൈറൽ ഇൻഫെക്ഷൻ അതിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാവാൻ. അതാണ് കുട്ടികൾ പൊതുവെ വലിവ് കൂടിയിട്ടും ചുമയായിട്ടും വിട്ടുമാറാത്ത ശ്വാസം മുട്ടലും നെഞ്ച് തടസ്സമൊക്കെ ആയിട്ട് അതെനിക്ക് തോന്നിയത് വേറെ എന്തെങ്കിലും വൈറൽ ഫീവർ വരുമ്പോഴത്തേന് ഈ ആസ്മയിലേക്ക് ഈ കുട്ടി പെട്ടെന്ന് മാറുന്നുണ്ടാവും അല്ലേ? വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ ഇപ്പോൾ നമ്മൾ ആ കോവിഡ് സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. കോവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറസ് ഇൻഫെക്ഷനാണ്. അത് ചിലവർക്കൊരു ജലദോഷപ്പനിയായിട്ട് മാറാം, ഒരു കുഴപ്പമില്ല, ഒരു ജലദോഷമായിട്ട് വന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വെറുതെ സ്വാബ് എടുത്തപ്പോൾ അങ്ങോട്ട് പോസിറ്റീവായിട്ട് കുറേ വൈറൽ ഇൻഫെക്ഷൻ അങ്ങനെയായിട്ട് പോകും. 1% ആൾക്കാർക്ക് വെറും ജലദോഷം തുമ്മലായിരിക്കും. മെജോറിറ്റി ആൾക്കാർക്ക് മറ്റ് വൈറൽ ഇൻഫെക്ഷൻ, ഇപ്പം റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് എന്നൊക്കെ പറഞ്ഞിട്ട് RSV, പിന്നെ അഡിനോ വൈറസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റ് ജലദോഷപ്പനി ഉണ്ടാക്കുന്ന വൈറസുകളുണ്ട്. ഇതൊക്കെ നമുക്ക് സാധാരണ ഒരാൾക്ക് ആസ്മ, COPD പോലത്തെ അസുഖമൊന്നും ഇല്ലാത്തവർക്ക് ഇത് ജസ്റ്റ് ഒരു ജലദോഷപ്പനി അല്ലെങ്കിൽ ഒരു തൊണ്ടവേദന ആയിട്ട് അങ്ങോട്ട് പോയിക്കോളും. ആസ്മ അലർജി ഉള്ളവരുടെ കാര്യത്തിൽ ഇത് അങ്ങനെ അങ്ങോട്ട് പോകാൻ ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവില്ല. മറിച്ച് ആസ്മയിലെ മെയിൻ ഇഷ്യൂ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ, അതായത് ശ്വാസനാളികൾ ചുരുങ്ങിപ്പോകും. ഇത് ഒരു നമ്മുടെ ശരീരത്തിൻ്റെ പ്രൊട്ടക്റ്റീവ് റെസ്പോൺസാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഉള്ളിലേട്ട് എന്തെങ്കിലും അനാവശ്യ വസ്തു കയറുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസാണ് ആക്ച്വലി. പക്ഷേ ആസ്മയുള്ളവർക്ക് അനാവശ്യമായിട്ട് ഈ റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈറസ് നമ്മളെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇത് കയറുമ്പോൾ അനാവശ്യമായിട്ട് ആ വൈറസിനെ പ്രതിരോധിക്കുന്നതിന് പകരം അതിലും ഉപരിയിൽ ഇത് ശ്വാസനാളികൾ ചുരുങ്ങുകയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, പൊതുവേ നമുക്ക് ആ ഒരു എടുക്കുന്ന മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ശ്വാസനാളി തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇൻഹേലർ കൊടുക്കുന്നത്. വലിയ റെസ്പോൺസ് കിട്ടിയെന്ന് വരില്ല. കാരണം ആ വൈറസിനോടുള്ള ആ ഒരു കൂടിയ ഹൈപ്പർ റെസ്പോൺസ് സ്റ്റേജിലായിരിക്കും അവരുണ്ടാകും. അതാണ് നമ്മൾ കോവിഡിൽ കണ്ടത്. ചിലർ ഹോസ്പിറ്റലായിട്ട് ന്യൂമോണിയ ആയിട്ട് അല്ലെങ്കിൽ വെന്റിലേറ്ററിലൊക്കെ ആവുന്ന തരത്തിൽ. അപ്പം ശ്വാസകോശ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ, COPD, ആസ്മ പോലൊക്കെയുള്ള പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ, അവരിൽ വൈറൽ ഇൻഫെക്ഷനും കൂടെ വരികയാണെങ്കിൽ സാധാ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മിക്കവാറും കൺട്രോൾ ആവില്ല. അവരൊക്കെ മരുന്നുകളിൽ കൺട്രോൾ അല്ല. മരുന്ന് കൊടുത്താലും ഇത് ചെയ്താലും ഒരു പ്രതികരണം. പിന്നെ നമുക്ക് നെബുലൈസേഷനും ഇഞ്ചക്ഷൻസും വേണ്ടി വന്ന ആൻറ്റിവൈറൽ ടാബ്ലറ്റ്സ്. വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ചില സമയങ്ങളിൽ അതിൻ്റെ കൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം. അങ്ങനെയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സും ഇത് വരും. അതാണ് ഹോസ്പിറ്റലൈസേഷൻ കൂട്ടുന്ന, ആ ഒരു രോഗിയുടെ ഹോസ്പിറ്റലൈസേഷൻ കൂട്ടുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, ഇൻഫെക്ഷൻ വരുന്നത്. അവര് പിന്നെ ഈ സോഷ്യലൈസ് ചെയ്യാതെ ഒരു സ്ഥലത്ത് അതൊരു പ്രിക്കോഷനറി മെത്തേഡാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ COPD ഒക്കെ നല്ല രീതിയിൽ കൂടിക്കിടക്കുന്ന ആൾക്കാരോട്, എപ്പോഴും വലിവായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ ഗ്യാതറിങ്ങിനൊക്കെ പോകുന്നത് കഴിയുന്നതും കുറയ്ക്കുക. അതേപോലെ സോഷ്യലായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ കഴിയണതും മാസ്കുകൾ ഉപയോഗിക്കുന്നത് ഉചിതമാണ്, നല്ലതാണ്. അവർ എപ്പോഴും വീട്ടിൽ വെക്കണം എന്നൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു മരണത്തിന് പോവുകയാണോ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു പരിപാടിക്ക് പോവുകയാണോ, അവിടെ അധികം ആൾക്കാർ വരുന്നുണ്ട്, ഈ ഒരു മഴക്കാലമാണ്, തുമ്മൽ ജലദോഷമൊക്കെ വരുന്നതാണ്, അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു COPD പോലത്തെ അസുഖങ്ങളുള്ള ആൾക്കാർ പോകുമ്പം മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുന്നത് വളരെയധികം അസുഖം കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അപ്പം ആ ഒരു സമയങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ഇതാണ് പൊതുവെ നമുക്ക് ഈ ഒരു അസുഖങ്ങൾ കൂടി വരാനുണ്ടാവുന്ന ഇതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ എപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഒരാൾ പൊതുവെ ഈ ഒരു പ്രയാസമുള്ള ഒരാൾക്കാർ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, അവരെ ഉപയോഗിക്കുന്ന മരുന്നുകൾ സ്ഥിരമായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോവുക. നമ്മൾ OPയിൽ ചിലയിടത്ത് കാണാറുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു വേനലൊക്കെ ആകുമ്പോൾ ചിലവർക്കൊന്ന് കുറയും. അപ്പോൾ ആൾക്കാർ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു പരീക്ഷണാർത്ഥം ഒന്ന് നിർത്തി നോക്കാം, ഡോക്ടർ കുഴപ്പമൊന്നുമില്ല. ഈ ആസ്മ അതിൻ്റെ ഒരു പ്രത്യേക അസുഖമാണ്. ആസ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവേഴ്സിബിൾ ഒബ്സ്ട്രക്ഷൻ നമ്മൾ പറയും. അതായത് പൂർണ്ണമായിട്ടും അവർക്ക് പഴയ രീതിയിൽ തന്നെ ആവും. ശ്വാസകോശം തുറന്നിട്ട്, ഈ ചുരുങ്ങി ചെന്ന ശ്വാസകോശം തുറന്നിട്ട് പഴയ രീതിയിലാവും ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ. അപ്പം അവർക്ക് ആ ഒരു മരുന്ന് എടുത്ത് കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പൂർണ്ണമായിട്ട് മാറി. പക്ഷെ നമുക്ക് അവരൊരു എത്രത്തോളം റിയാക്റ്റീവാണ്, എത്രത്തോളം ഈ ചുരുങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന് ചിലപ്പോൾ അവർ നോക്കിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് PFT വഴി ചെയ്യാൻ പറ്റും. PFT, FOT പോലത്തെ ശ്വാസകോശ
പ്രശ്നങ്ങൾ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ വഴി നമുക്ക് എത്രത്തോളം ഹൈപ്പർ റെസ്പോൺസീവ് ആണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇതൊന്നും അറിയാതെ വെറുതെ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ഈ ചുരുക്കം അങ്ങ് മാറുമ്പം അവരെന്തോ പറ്റും, ഓ കുഴപ്പമില്ല എല്ലാം ശരിയായി എന്നുള്ള. അപ്പം നമുക്ക് അസുഖം എന്താണെന്ന് മനസ്സിലായി, പക്ഷേ അസുഖത്തിൻ്റെ സിവിയറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാത്ത സമയങ്ങളിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവർക്ക് അസുഖം തിരിച്ചു വരാനുള്ള ടെൻഡൻസി നമുക്ക് അറിയണ്ടാവില്ല. അപ്പോൾ ഈ അസുഖം തിരിച്ചു വരാനുണ്ടാവുന്ന സാഹചര്യങ്ങൾ വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി പായൽ പൂപ്പിലുണ്ടാവും, ഹൗസ് ഡസ്റ്റ് മൈറ്റ്, ഈ ഡസ്റ്റ് മൈറ്റുകൾ കൂടുക, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ വരിക. ഇങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ ചിലപ്പം പിടുത്തം വിട്ട രീതിയിൽ കൂടി വരും. അവർ മുന്നേ കൊടുത്ത പേപ്പർ പെട്ടെന്നാവോ അതോ ബാസ്മാറ്റിക് അറ്റാക്ക് ഉള്ളവർക്ക് പെട്ടെന്ന് കയറും? വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അവർക്കൊരു 2-3 ദിവസത്തെ ഒരു തുമ്മൽ ജലദോഷത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടാവും. പിന്നെ ഹൗസ് ഡസ്റ്റ് മൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്, കാരണം എപ്പോഴും അവർ അതിനായിട്ട് ഇടപഴകുന്നുണ്ട്. ഇപ്പോൾ അതാണ് പൊതുവെ വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് പൊതുവെ കൂടാറുള്ളത്. അപ്പം പൊതുവെ അവർക്കൊരു തുമ്മൽ ജലദോഷം കൂടിയിട്ടുണ്ടാവും. ടിപ്പിക്കലി നമുക്കത് അവർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ നിർത്തിയ മരുന്നോ അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മരുന്നോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കും. ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണം കൂടും. അതായത് ദിവസം 2 നേരം എടുക്കുന്ന ഒരാളാണെങ്കിൽ 3-4 നേരം എടുത്ത് നോക്കും. എന്നിട്ടും അവർക്ക് അതിനെന്ത് ചെയ്യും, ഒരു ആശ്വാസം ഉണ്ടാവില്ല. രാത്രി കാലങ്ങളിൽ പ്രയാസം കൂടുതലായിട്ട് വരിക. യൂഷ്വലി രാത്രി ചുമ അല്ലെങ്കിൽ വീസിങ്ങോ നല്ല രീതിയിൽ കൂടുക. മരുന്നെടുത്തിട്ടും കുറയുന്നില്ല. ആ മരുന്നെടുത്തിട്ടും ബുദ്ധിമുട്ട് അതേപോലെ തന്നെ അവിടെ നിൽക്കുക. ആ ഒരു പ്രയാസം അവിടെ തന്നെ നിൽക്കുക. കിതപ്പ് കൂടിക്കൊണ്ടേയിരിക്കുക. കൂടിയ സമയങ്ങളിൽ വേണമെങ്കിൽ ചുണ്ടിലും ഇതിലൊക്കെ നീലിപ്പായിട്ടും വരാം. അതായത് അത്രയും കൂടുന്ന ഒരവസ്ഥ ഇപ്പോൾ ആരും അങ്ങനെ നിൽക്കാറില്ല. അത് ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പം ഇങ്ങനെ അവർക്ക് മനസ്സിലാക്കാം അത് അസുഖം കൺട്രോൾ ആവുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങൾ പിന്നെ വന്നിട്ട് എന്താണ് ഉള്ളതെന്ന് നോക്കുന്നതാണ് ഉചിതം. എസ്പെഷ്യലി പ്രത്യേകിച്ച് അവർ കയ്യിൽ കൊടുത്തിട്ടുള്ള ഇൻഹേലറുകളിൽ പ്രയാസം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഉടനടി കാണിക്കുന്നത് തന്നെയായിരിക്കും ഉചിതമായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനോട് പ്രത്യേകം പറയുന്ന ഈ ഒരു സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഇൻഹേലറുകൾ നിർത്തരുത്, ഇൻഹേലറുകൾ പരീക്ഷിക്കരുത്. നമുക്ക് ആ ഒരു സമയം കഴിഞ്ഞിട്ട് അസുഖത്തിൻ്റെ ഏറെക്കുറെ കുഴപ്പമില്ലാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് നിർത്തുന്നവരൊക്കെ ഉണ്ട്. COPD-യിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് 2 തരം ഇൻഹേലറുകൾ കൊടുക്കും. COPD മാത്രമല്ല അസ്മയിലും ഉണ്ട്. ചെറിയ രീതിയിൽ, അതായത് സ്ഥിരമായിട്ട് എടുക്കേണ്ടതും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ എടുക്കേണ്ടതായിട്ടുള്ള ഇൻഹേലറുകൾ. അത് പക്ഷേ കുറച്ച് നേരത്തേക്ക് ഒരു താൽക്കാലിക ആശ്വാസം, അപ്പോഴത്തെ കിതപ്പ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന റിലീവർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന ഇൻഹേലറുകളുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ സ്ഥിരം എടുക്കേണ്ട ഇൻഹേലർ കഴിഞ്ഞാൽ അതവിടെ വിട്ടിട്ട് ഈ ഇടയ്ക്ക് വേണ്ടത് മാത്രം ഉപയോഗിക്കും. എമർജൻസി ഡ്രഗ് ഉപയോഗിക്കേണ്ടത് മാത്രം സ്ഥിരമായിട്ട് ഉപയോഗിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിലൊരു താൽക്കാലിക ഒരു 4 മുതൽ കുറച്ച് നേരത്തേക്ക്, അത് കുറച്ച് മണിക്കൂറുകളൊക്കെ അത് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ഒരു 1-2 ദിവസത്തേക്ക് അവർക്ക് ഒരു ആശ്വാസം തോന്നും. അത് കഴിയുമ്പോഴേത്തിന് വീണ്ടും പ്രയാസങ്ങൾ കൂടിയിട്ട് വരും. പ്രത്യേകിച്ച് ഈ മഴക്കാലം കൂടെ ആകുമ്പം അവർക്ക് ഇത് പ്രയാസങ്ങൾ കൂടാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. ഡോക്ടറെ, നമുക്കിപ്പോൾ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് നമുക്കൊരു പ്രതിരോധ മാർഗം കൂടിയും പറഞ്ഞു കൊടുക്കണില്ല. അപ്പം നമുക്ക് എന്തൊക്കെ നിർദ്ദേശിക്കാൻ ഉണ്ടാവും? അപ്പം ഈ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നവർ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈർപ്പം ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു സമയങ്ങളിൽ. അപ്പം ഈർപ്പം വീട്ടിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥ കഴിയണതോ ഒഴിവാക്കുക. AC ഒരു വിധത്തിൽ അതിന് വളരെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ നമ്മുടെ നാട്ടിൽ AC നമ്മൾ കാണാൻ പുറത്തേക്ക് ഊട്ടി പോകുന്നത്. അപ്പം ആ ഒരു വഴി നമുക്ക് ഈർപ്പം പുറത്തേക്ക് കളയാൻ പറ്റും. എന്നാലും പ്രശ്നം ഉണ്ടാകുന്ന കുറച്ച് സ്ഥലങ്ങൾ ടോയ്ലറ്റും പിന്നെ കിച്ചണാണ്. ഈർപ്പുണ്ടാനും എന്നാൽ AC വെക്കാത്തൊരു സ്ഥലങ്ങളാണ് ഇവിടെ. ഇത് കൂടുതലും ബാധിക്കുക സ്ത്രീകളാണ്. ഇവിടെ തന്നെയാണ് ഈ പൂപ്പലും പായലുകളും കൂടുതൽ വരാനുള്ള സാധ്യതയുള്ളത്. അവിടെ പിന്നെ കഴിയണതും കുറയ്ക്കുക എന്നുള്ളത് തന്നെ ഇതായിട്ടുള്ള മാർഗ്ഗമുള്ളൂ. 2, നമുക്ക് ഇതിനായിട്ട് കുത്തിവെപ്പുകളുണ്ട്. വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള കുത്തിവെപ്പുകളുണ്ട്. ഇൻഫ്ലുവൻസ വാക്സിനുകളുണ്ട്. അത് ഈ പ്രത്യേകിച്ച് COPD, ആസ്മ, ഹൃദയ സംബന്ധമായിട്ടുള്ള ശ്വാസമുട്ടലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ എടുക്കുന്നത് വളരെ അനുയോജ്യമാണ്. അതുവഴി നമുക്ക് അവരെ ഹോസ്പിറ്റലൈസേഷൻ, ഈ അസുഖം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലാവുന്നത് വരെ കുറയ്ക്കാം. അതുവഴി ഈ അവർക്ക് മരുന്നുകളും ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. വാക്സിനേഷനെ കുറിച്ച് അങ്ങനെ കൂടുതൽ അറിയേണ്ടതുണ്ട്. നമുക്ക് അടുത്തൊരു ഇതിൽ സംസാരിക്കാം. തീർച്ചയായും വാക്സിനേഷൻ എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള ഒരു വിഷയം. നമുക്ക് ആ ഒരു മാറ്റിയെടുക്കേണ്ട ഒരു മെസ്സേജ് കൊടുക്കുക, എല്ലാവരും ഇങ്ങനെ കൊടുത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ തന്നെ അത് സത്യസന്ധമായ കാര്യങ്ങൾ കൊണ്ടുവരണം. കാരണം വാക്സിനേഷൻ നല്ല രീതിയിൽ ആ അസുഖത്തിൻ്റെ അവരെ അസുഖത്തിൻ്റെ ബർഡൻ, അവർക്കുള്ള അതിനെ കൊണ്ടുള്ള പ്രയാസം, മെയിനായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലാവേണ്ടി വരും. അത് തന്നെ കുറച്ച് കൊണ്ടുവരാൻ ഈ വാക്സിനേഷൻ നമുക്ക് സാധിക്കും.
പിന്നീട് ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ഈ മരുന്നിൽ നമുക്ക് തന്നിരുന്ന മരുന്നുകൾ കറക്റ്റാക്കി എടുക്കുക. ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ചും മരുന്നുകളോട് ഒരു നീതി പുലർത്തി പോവുക. അത് വിരഹത്തി പാടില്ല. മരുന്ന് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. മരുന്ന് ഇതുപോലെ മാറ്റി കളിക്കാനും അത് ചെയ്യാതെ എങ്ങനെ കൺട്രോൾ എങ്ങനെ പോകുന്നുണ്ടോ, പൊതുവെ നല്ല രീതിയിൽ കൺട്രോൾ പോകുന്ന ആൾക്കാർ, അസുഖത്തിന് മനസ്സിലാക്കി മരുന്നിനോട് ഒരു സംയോജിച്ചിൽ ചേർന്ന് പോകുന്ന ഒരാൾക്കാരാണെങ്കിൽ പൊതുവെ അവർക്ക് ഈ ഒരു സമയങ്ങളിൽ നല്ല രീതിയിൽ അസുഖം കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. ആക്ച്വലി അതുവഴി ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണ് മരുന്നായിട്ട് ഒരു എന്തോ ഒരു തരത്തിലുള്ള അധറൻസ് അല്ലെങ്കിൽ മരുന്നെടുക്കുന്നതിൽ ശരിയില്ലായ്മ അതല്ലെങ്കിൽ ഉള്ളവർക്കാണ് പിന്നെ ഈ ഒരു അസുഖം കൂടുതലാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം മരുന്നായിട്ട് ആ ഒരു നല്ല രീതിയിൽ പോവുകയും പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒരുവിധം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമയം ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കഴിക്കുകയും പിന്നെ ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ ശ്വാസകോശ സംബന്ധമായിട്ട് പ്രശ്നമുള്ളവർ, പുകവലിച്ചിട്ടും അതല്ലാതെ ബ്രോങ്കിയക്ടൈസിസ് ഒക്കെ പോലെ ശ്വാസകോശത്തിൽ കേടുപാടുള്ളവർ, അവർ ഈ പൊതു വേദികളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും ഒരു വിധത്തിൽ ഇതുപോലെ ഇൻഫെക്ഷൻ വരാനുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കും. അതേപോലെ വീട്ടിൽ പ്രായമായുള്ളവർ, ഇപ്പം വലിയുമൊക്കെ വീട്ടിലുണ്ടാവും, ശ്വാസം മുട്ടലുള്ളവരായിരിക്കും. അപ്പം അവരെ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ നമ്മളീ പുറത്ത് പോയി വരുന്നവരും ഒന്ന് കരുതലെടുത്താൽ ഒന്നെന്താണെന്ന് വെച്ചാൽ അവരുടെ നിന്നും അസുഖങ്ങൾ പടരാം. പ്രത്യേകിച്ചും കുട്ടികളുടെ ഇടയിൽ നിന്ന് കുട്ടികൾക്ക് പോയി ഒരു സമയം, ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ്, സ്കൂളിൽ പോകും, പല കുട്ടികളും ഒരുമിച്ച് മിങ്കിൾ ചെയ്യും. ഒരാളൊരു പനിയായിട്ട് വരും, അത് പിന്നെ ഇങ്ങനെ മലപ്പടക്കം പോലെ ഓരോ ആൾക്കാർക്ക് കിട്ടിപ്പോവും. അപ്പം അങ്ങനത്തെ ഇത് പ്രായമായിട്ടുള്ളവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുവഴിയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഫെക്ഷൻ വരുന്നതും അസുഖം കൂടുന്നതിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ നമുക്ക് നല്ല രീതിയിൽ സാധിക്കും. ഓക്കെ, താങ്ക് യു.